ഹായ് എവരിവൺ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 സ്ലാബുകളായി തിരിച്ചിട്ടുള്ള 4 തരം GST നിരക്കുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക്കാണ് GST സമിതി അഥവാ GST കൗൺസിൽ. കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാനായ GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അംഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. GST സമിതിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും ചെയർമാൻ. സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അതിൽ അംഗങ്ങളായിരിക്കും. സമിതി താഴെ പറയുന്ന കാര്യങ്ങൾ ശുപാർശ നൽകപ്പെടുന്നു. 1. GST ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ. 2. GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും. 3. നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ. 4. ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം. മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കൽ. ഈ 5 കാര്യങ്ങളിലാണ് സമിതി ശുപാർശ നൽകപ്പെടുന്നത്. നിലവിൽ GSTയുടെ പരിധിയിൽപ്പെടാത്ത ഇനങ്ങളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അഥവാ അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം എന്നിവ. വൈദ്യുതി, മനുഷ്യ ഉപയോഗത്തിനുള്ള മദ്യം എന്നിവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇവയുടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനം തുടരുന്നതാണ്. നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളാണ് സർചാർജ്, സെസ്. ഏതൊക്കെയാണ്? നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റു 2 വരുമാന സ്രോതസ്സുകളാണ് സർചാർജ്, സെസ്. ഇനി സർചാർജും സെസ്സും എന്താണെന്ന് പരിചയപ്പെടാം. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജാക്കി ഈടാക്കുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. സർചാർജ് പറഞ്ഞാൽ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതി. സെസ് പറഞ്ഞാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിനൊരു ഉദാഹരണമാണ്. സർക്കാരിന്റെ നികുതി വരുമാനത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികൾ പരിചയപ്പെടാം. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST അല്ലെങ്കിൽ CGST, സംയോജിത GST അല്ലെങ്കിൽ IGST. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന വിവിധ നികുതികളാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST അഥവാ SGST. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികളാണ് വസ്തുനികുതി, തൊഴിൽ നികുതി. നികുതികളെല്ലാം മിക്സാക്കി തന്നതിന് ശേഷം ഇത് ആർക്ക് കൊടുക്കുന്ന നികുതിയാണ് എന്ന വിധത്തിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി സർക്കാരിന്റെ വരുമാന സ്രോതസ്സായ നികുതിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇനി നികുതി ഇതേതര വരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 തരത്തിലാണ് സർക്കാരിന് നികുതി ഇതേതര വരുമാനങ്ങൾ ലഭിക്കുന്നത്. 1. ഫീസ്. 2. ഫൈനുകളും പെനാൽറ്റികളും. 3. ഗ്രാന്റ്. 4. പലിശ. 5. ലാഭം. ഫീസ് എന്താണെന്ന് പരിചയപ്പെടാം. ഫീസ് എന്നാൽ സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് മുതലായവ ഇതിന് ഉദാഹരണമാണ്. അടുത്തതാണ് ഫൈനുകളും പെനാൽറ്റികളും. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. ഗ്രാന്റ് എന്നാൽ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാന്റുകൾ. ഉദാഹരണമായി കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്ക് ഗ്രാന്റുകൾ നൽകുന്നു. ഇനി അടുത്തത് പലിശ എന്നാൽ സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ ലഭിക്കുന്നു. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. ഉദാഹരണം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. പൊതുവരുമാനം ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ സർക്കാരുകൾ കടം വാങ്ങാറുണ്ട്. അതിനെയാണ് പൊതുകടം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുവരേക്കും ബൈ.